ക്രൂശിലെ നാലാമത്തെ മൊഴി, നീ എന്നെ കൈവിട്ടതെന്ത്? മാർക്കോസ് 15:34. പ്രപഞ്ച തത്വങ്ങൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത പ്രകൃതി മൂഢത, പ്രണയപ്രതിഭാസമായ പ്രപഞ്ചം പ്രേമനാഥനേറ്റ പ്രത്യാഖ്യാതം താങ്ങാനായില്ല. 3 മണിക്കൂർ സമയം അന്ധതമസും കൂരിരുട്ടും വിളയാടി. നട്ടുച്ച സമയത്തിലെ അതിഉഷ്ണം പരത്തുന്ന സൂര്യന്റെ പ്രകാശം പ്രപഞ്ച മേഖലകളിൽ എവിടെയോ താളം തെറ്റി തളം കെട്ടി. നീതി സൂര്യന്റെ ഒറ്റപ്പെടലിൽ സൃഷ്ടിയായ സൂര്യന് പ്രകാശം പരത്തുവാൻ കഴിഞ്ഞില്ല. അന്ധകാര നടുവിൽ ദുഷിച്ച ആക്ഷേപിച്ച പുരുഷാരവും ഞെട്ടിവിറച്ചു. ഭയാനകരമായ അന്തരീക്ഷം ഉടലെടുത്തു. തേജസ്സേറിയ കർത്താവിന്റെ വിരൂപമായ മുഖം ദർശിച്ചു നിന്നിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രകൃതിയെ അനുവദിച്ചില്ല. പ്രകൃതി മാറാത്തവനെ മതിമറന്നനുസരിച്ചു. മായ നിറഞ്ഞ പ്രപഞ്ചത്തെ മായാപാശം അതിൽ തൂക്കി മായാ വീതിയിലാട്ടും നിൻ മായാ വൈഭവം ആരറിവൂ എന്നാണ് ക്രൈസ്തവ കവി ചോദിക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തിൽ തുള്ളിച്ചാടിയ പ്രകൃതിക്ക് മരണത്തെ താങ്ങാനായില്ല. ദൈവ സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്നേഹത്താൽ അനുസരിക്കുന്നത് വാക്കുകൾക്കതീതമാണ്. ഇതറിയുന്നു മനുഷ്യൻ. സങ്കീർത്തനം 19. പീഡനത്തിന്റെ വേദനയിൽ, പരീക്ഷയുടെ വേദനത്തിൽ, ദുരിത പരിവേദനത്തിൽ ക്രിസ്തു വേദനാഗർത്തത്തിന്റെ അന്ധകാരത്തിൽ നിപതിച്ചു. ഫറാർ പറയുന്നത്, ആർക്കും അളക്കുവാൻ കഴിയാത്ത വേദനയുടെ അന്ധകാരവൃതമായ ആഴത്തിലേക്ക് താണുമരിക്കുന്ന സമയത്ത് അഭിമുഖീകരിക്കാനാവാത്ത ആ ഭീകരത ദൈവ മനുഷ്യന് പോലും സഹിക്കുവാൻ കഴിയാത്തതായിരുന്നു. J.R. മില്ലർ പറയുന്നു, അല്പനേരത്തേക്ക് അവൻ ഉപേക്ഷിക്കപ്പെട്ടത് നിത്യമായി നാം ദൈവത്തിന്റെ സംസർഗത്തിലും ദൈവപ്രസാദത്തിലും കഴിയുവാൻ വേണ്ടിയായിരുന്നു. കാർത്തേജിലെ സഭാധ്യക്ഷനും ഗ്രന്ഥകാരനും AD 258 രക്തസാക്ഷ്യം വരിച്ചവനുമായ കുപ്രിയാനോസ് പറയുന്നത്, കർത്താവ് ഉപേക്ഷിക്കപ്പെട്ടത് നാം അംഗീകരിക്കപ്പെടേണ്ടതിനും അവൻ കൈവിടപ്പെട്ടത് നാം പാപത്തിന്റെയും മരണത്തിന്റെയും പിശാചിന്റെയും പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനുമായിരുന്നു. സ്വർഗത്തിന്റെ വാതിൽ ക്രൂശുമരണത്തോടെ സദാ തുറന്നാണ് കിടക്കുന്നത് എങ്കിലും അവിടേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ദുർഘടവും അത്രേ. എന്നാൽ നമുക്ക് മുമ്പേ അത് കയറിയവൻ അത്ഭുതകരമാകുന്ന വിധത്തിൽ അത് സാധിച്ചത് നമുക്ക് വേണ്ടി വേദന അനുഭവിച്ച ദിവ്യ സ്നേഹം നമ്മിലും ഉത്തേജിപ്പിക്കുന്നതിനും പ്രതിഫലിപ്പിക്കുന്നതിനുമായിരുന്നു. ആദ്യത്തെ 3 മൊഴികൾ അന്ധകാരത്തിന് മുമ്പും അവസാനത്തെ 3 മൊഴികൾ അന്ധകാരത്തിന് ശേഷവുമാണ്. ഏറ്റവും പ്രഥമ പ്രാധാന്യമുള്ള മൊഴിയത്രേ നടുവിലത്തേത്. ആദ്യത്തേതും അവസാനത്തേതും പിതാവേ എന്ന് പറയുമ്പോൾ ഈ മൊഴി എന്റെ ദൈവമേ എന്ന് പറയുന്നു. മാനുഷ്യ ബുദ്ധിക്കതീതമായ ചിന്താ വ്യാപ്തിയാണ് ക്രിസ്തുവിന്റെ ഓരോ വാക്കുകളും. ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്നിങ്ങനെ അരാമ്യ ഭാഷയിലായിരുന്നു യേശു വിളിച്ചത്. എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ക്രിസ്തുവും അനുശിഷ്യന്മാരും അന്ന് സംസാരിച്ചിരുന്നത് അരാമ്യ ഭാഷയായിരുന്നു. കുരിശിലെ ചുവട്ടിലായിരുന്ന റോമൻ പടയാളികൾക്കും ഹെല്ലനിക് യഹൂദന്മാർക്കും ഇത് മനസ്സിലായില്ല. യേശു ഏലി എന്ന് വിളിച്ചതിനെ ഏലിയാവിന് തുല്യമായി അവർ മനസ്സിലാക്കി. ഏലിയാവിനെ വിളിക്കുന്നു എന്നവർ കരുതി. അത് 3-ാം മണി നേരമായതിനാൽ സന്ധ്യായാഗ സമയം അടുത്തിരിക്കയാൽ ആകണം അങ്ങനെ കരുതിയത്. ക്രൂശിലെ ക്രിസ്തു ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യേശുവിനെ എല്ലാവരും കൈവിട്ടു. സ്വന്തം ലോകം യേശുവിനെ കൈവിട്ടു. യോഹന്നാൻ 1:10. സ്വന്തം ജനം യേശുവിനെ കൈവിട്ടു. യോഹന്നാൻ 1:11. സ്വന്തം ദേശം യേശുവിനെ കൈവിട്ടു. മാർക്കോസ് 6:4. സ്വന്തം പട്ടണം സ്വന്തം കുടുംബം യേശുവിനെ കൈവിട്ടു. യോഹന്നാൻ 7:5. സ്വന്തം പ്രമാണിമാർ സ്വന്തം ശിഷ്യന്മാർ യേശുവിനെ കൈവിട്ടു. മാർക്കോസ് 14:50. സകലരും അവനെ കൈവിട്ടു. എന്നാൽ അവനെ കൈക്കൊള്ളുന്നവർക്ക് രക്ഷയുണ്ട്. യോഹന്നാൻ 1:12. ആര് കൈവിട്ടാലും ദൈവം കൈവിടുന്നത് ഭയങ്കരം തന്നെ. കൈവിടപ്പെടുക മാനവ ഹൃദയത്തിന്റെ മാറാത്ത വേദനയുടെ ഒറ്റ വാക്ക്. ലോകചരിത്ര സംഭവങ്ങൾ പരിശോധിക്കൂ. എത്രയോ സംഭവങ്ങൾ നടമാടുന്നു. മാതാപിതാക്കളിൽ നിന്ന് മക്കളും, മക്കളിൽ നിന്ന് മാതാപിതാക്കളും, സഹോദരങ്ങളിൽ നിന്ന് സഹോദരങ്ങളും ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലായി കൈവിടപ്പെടുന്നു. സഹായക നീട്ടേണ്ട പലരും നിമിഷങ്ങൾ കൊണ്ട് മരണത്താൽ കൈവിടപ്പെടുകയല്ലേ. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു പോയവർ എവിടെ? ആകസ്മികമായി സംഭവിക്കുന്ന മരണങ്ങൾ എത്രയോ കുടുംബങ്ങളെ കൈവിട്ടു. തീവണ്ടി ദുരന്തം, വിമാന ദുരന്തം എന്നിങ്ങനെ നീളുന്നു.
പ്രാരാബ്ധങ്ങളുടെ തികവുറ്റ നിയന്ത്രണം കൈവെള്ളയിലേന്തി നീങ്ങിത്തുടങ്ങിയപ്പോൾ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തന്നിൽ ആശ്രയിച്ചിരുന്നവരെ കൈവിട്ടില്ലേ? മണ്ണിൽ പിറന്നവൻ കേൾപ്പാൻ ചെവി പൊത്തുന്നു. കൈവിടൽ സംഭവിപ്പാൻ പാടില്ലാത്തത് സംഭവിക്കുമ്പോൾ ഭക്തർ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ കൈവിടരുതേ. ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയിൽ ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്നവൻ ഇപ്പോഴിതാ നിലവിളിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അവൻ ബലഹീനനാക്കപ്പെട്ടു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാൽ ഹൃദയത്തിന് ഒരു പരിധിവരെ താങ്ങുവാൻ കഴിയും. എന്നാൽ ആശ്രയമായി അവലംബമായി നിന്ന സ്വപിതാവ് കൈവിടുന്നത് കടുത്ത പ്രകരമായി തന്റെ ദേഹം ദേഹി ആത്മാവിനേറ്റത്. ക്രൂരപീഡകളിൽ നിലവിളിക്കാത്തവൻ, ശാരീരിക മാനസിക വ്യതയിൽ നിലവിളിക്കാത്തവൻ, ദൈവക്രോധാഗ്നി തന്റെ മേൽ ചൊരിഞ്ഞു. ലോക പാപ പാനപാത്രം തന്നിൽ പകർന്നു. പിതാവ് കണ്ണടച്ചു മാറിയപ്പോൾ അത് താങ്ങാനാകാതെ ഞരക്കത്തിന്റെ ഒച്ചയാൽ വിതുമ്പുന്ന ഭാവത്താൽ പൊട്ടിത്തെറിയുടെ ഉച്ചത്തിൽ നിലവിളിച്ചു തച്ചൻ. ഇത് സങ്കീർത്തന പ്രവചന ഏറ്റുപറച്ചിലായിരുന്നു, നിവൃത്തിയായിരുന്നു. പാപത്തിന്റെ അതികഠിന പാനപാത്രം പാനം ചെയ്യുകയായിരുന്നു ഈ സമയം എന്ന് വാക്കുകളിൽ തെളിയുന്നു. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു ദൈവപിതാവിന്റെ പ്രിയപുത്രനാണ്. യോർദാൻ നദിക്കകത്ത് വെച്ച് മാനവലോകം കേൾക്കെ സ്വർഗത്തിൽ നിന്നും പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അന്ന് ഈ പ്രഖ്യാപന പിശാച് കേട്ടു. നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പറഞ്ഞ സ്ത്രീയുടെ സന്തതി ഇവനെന്ന് മനസ്സിലാക്കിയെങ്കിലും സംശയമാണ്. യേശു 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് അവന്റെ അടുക്കലെത്തി ചോദ്യം ആരംഭിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമാകുവാൻ കൽപ്പിക്ക. അടുത്തും, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. അവന് ഈ യേശു ദൈവപുത്രനാണോ എന്നറിയണം. അതെ, യേശു ദൈവപുത്രൻ തന്നെ. ആമേൻ. പിതാവ് അവനിൽ നിന്ന് നോട്ടം മാറ്റി ഒരു നിമിഷം തന്നെ കൈവിട്ടപ്പോൾ പിശാച് അവന്റെ കുതുകാൽ തകർക്കുകയായിരുന്നു. യേശു പിശാചിന്റെ തലയെ തകർത്തു. പിതാവ് സ്വന്തം കുമാരനെ ആദരിക്കാതെ ലജ്ജാകരമായ ക്രൂശിൽ കൈവിട്ടു. പിതാവിനാൽ കൈവിടപ്പെട്ടവൻ മനുഷ്യവർഗത്തോടുള്ള കറയറ്റ സ്നേഹത്തിന്റെ വിശ്വരൂപം കാൽവറിയിൽ തെളിയിച്ചു. വിശുദ്ധിയുടെയും ഉണ്മയുടെയും ഉറവിടമായ ക്രിസ്തു പാപത്തിന്മേലുള്ള ദൈവിക നീതി തന്റെ ചുമലിൽ വഹിച്ചു. നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് പറഞ്ഞവൻ യോഹന്നാൻ 11:42. പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും ഉത്തരമരുളുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് മൗനതയില്ല. സങ്കീർത്തന 22:2 എന്ന പ്രവചനവും യോഹന്നാൻ 8:29 അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ ക്രിസ്തു ഇപ്പോൾ ഏകനെ പോലെ നിലവിളിക്കുന്നു. ഈ ശബ്ദം അവിശ്വാസത്തിന്റെ പ്രകടനമല്ല, വേദനയുടെ രോദനമാണ്. കാരണം ദൈവത്തിൽ നിന്നും കൈവിടപ്പെട്ട് നരകക്കുഴിയിൽ പെട്ടുപോയ മാനവരാശിയെ രക്ഷിപ്പാൻ ദൈവക്രോധാഗ്നി കുണ്ഡത്തിലേക്ക് ക്രിസ്തു ഇറങ്ങിയപ്പോൾ പിതാവ് തന്നെ കൈവിട്ടു. സ്നേഹിത, നിന്നെ രക്ഷിപ്പാൻ പാവമാക്കപ്പെട്ട ക്രിസ്തുവിനെ നീ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവന്റെ അടുത്ത് വരുമെങ്കിൽ നീയും കൈവിടപ്പെട്ടു. അന്നത്തെ നാളിൽ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചാൽ ഫലമില്ല. യേശുവിന്റെ 1ാമത്തെ വരവിൽ സകലരാലും പിതാവിനാലും കൈവിടപ്പെട്ടു എങ്കിൽ ഇനി അവന്റെ 2ാമത്തെ വരവിൽ അവനിൽ വിശ്വസിക്കാത്തവർ കൈവിടപ്പെടും. ക്രിസ്തുവിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി കിട്ടിയില്ലെങ്കിലും തന്റെ 1000 വിശുദ്ധദാസന്മാരെ കണ്ട് അവൻ തൃപ്തനായി. കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുമേൽ തൂങ്ങിക്കിടക്കുന്നവൻ പിതാവിനോട് ചോദിക്കുകയാണ്, പിതാവേ, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്?